ഇന്ന് ഞാനിത് കൊഞ്ചുതീയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. തേങ്ങ വറുത്തരച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 20 ചെറിയ ഉള്ളി, ഒരു തക്കാളി, 4 പച്ചമുളക്, ഒരു വലിയൊരു മുരിങ്ങയ്ക്ക്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങ. ഇത്രയാണ് വേണ്ടത്. ഇത് നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം, ഇത് വേവാനുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചുകൊണ്ട് വരാം. ഈ ഒരു കൊഞ്ചുതീയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഞാനൊരു 2-3 ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ഇട്ട കൂട്ടത്തിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചെറിയ ചൂടോട് കൂടി, ഒത്തിരി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ എരി, അതുപോലെ തന്നെ നല്ല എരിയുള്ള മുളകും ആയത് കാരണം ഞാൻ 1 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്നി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കാതാണ് അരച്ചു കൊടുത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയുടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ചുതീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊന്ന് കടു താളിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എരിവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും എരിവും കുറവായത് കാരണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ചോറിന് അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ.